മലയാളം ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ ഏത് അക്ഷരമാണ് നിങ്ങൾ പഠിച്ചത്? ഐ. ഐ എന്ന അക്ഷരം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഓർമ്മ വരുന്നത്? ഏതു പദമാണ് ഓർമ്മ വരുന്നത്? ഐസ്ക്രീം. ഐസ്ക്രീം എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. ഐസ്ക്രീം കഴിച്ചിട്ടില്ലേ? ആരാ വാങ്ങിച്ചു തരിക? അമ്മ അല്ലേ? പിന്നെ ഐ വെച്ച് രണ്ടു പദം കൂടി പറയാമോ? ഐവർ, ഐരാവതം. ഐരാവതം ഇന്ദ്രന്റെ ആനയാണ്, വെളുത്ത ആനയാണ്. ഐ എന്നുള്ള അക്ഷരം എഴുതാനും വായിക്കാനും പഠിച്ചല്ലോ. ഓ എന്ന അക്ഷരം കേൾക്കുമ്പോൾ ഏത് മൃഗത്തിന്റെ പേരാണ് നിങ്ങൾക്ക് ഓർമ്മയിൽ വരുന്നത്? ഒട്ടകം. ഏതാന്ന് പറഞ്ഞേ? ഒട്ടകം. മരുഭൂമിയിലെ വാഹനമാണ് ഒട്ടകം. ഒട്ടകത്തെ മരുഭൂമിയിലെ യാത്രയ്ക്കായി ഉപയോഗിക്കുന്നു. ഒട്ടകത്തിനെയാണ് മരുഭൂമിയിലെ യാത്രയ്ക്കായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മളിവിടെ യാത്രയ്ക്കായിട്ട് ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ഏതൊക്കെയാ? കാറ്, ബസ് അല്ലേ? മരുഭൂമിയിലെ വാഹനം ഏതാ? ഒട്ടകം. നിങ്ങൾക്ക് എല്ലാവർക്കും കവിത ഇഷ്ടാണല്ലോ. നിങ്ങൾക്ക് ആരാ കവിത ചൊല്ലിത്തരാറ്? അമ്മയാണോ? ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു കവിത ചൊല്ലിത്തരാം. ഒപ്പം ചൊല്ലണം. ഒന്നാനാം കുന്നിന്മേൽ ഒരാടി കുന്നിന്മേൽ ഒരായിരം കിളി കൂടുവെച്ചു. കൂട്ടിനീളങ്കിളി തമേര പൈങ്കിളി തനിരുന്നാടുന്ന പൊന്നോല. കവിത ഇഷ്ടായോ? ഒരുമിച്ചൊന്ന് പാടിയാലോ? ഒന്നാനാൻ കുന്നിന്മേൽ ഒരാടി കുന്നിന്മേൽ ഒരായിരം കിളി കൂടുവെച്ചു. കൂട്ടിനീളങ്കിളി തമേര പൈങ്കിളി തന്നിരുന്നാടുന്ന പൊന്നോല. അപ്പോ കവിത എല്ലാവർക്കും ഇഷ്ടായി. കവിത വീട്ടിലിരുന്ന് നിങ്ങൾ എല്ലാവരും ചൊല്ലിപ്പഠിക്കണം. പാഠം 14 ഒട്ടകം. ഓ വെച്ചുള്ള പദങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഒരുമ, ഒച്ച്, ഒട്ടകം. 3 പദങ്ങൾ നമ്മൾ പഠിച്ചു. ഓ വെച്ചിട്ട് 3 പദങ്ങൾ. ഒന്നുകൂടി പറഞ്ഞേ. ഒട്ടകം, ഒരുമ, ഒച്ച്. ഇനി നമുക്ക് വ്യഞ്ജനാക്ഷരങ്ങളോടുകൂടി ഓ എന്ന സ്വരാക്ഷരവും കൂടി ചേർത്താൽ നമുക്കത് എങ്ങനെയാ വായിക്കുന്നതെന്ന് നോക്കാം. കൊടി, കൊതി, പൊടി, തൊടി, തൊഴി. കോടി, കൊടി, കോതി, കൊതി. അപ്പോ മറ്റു വ്യഞ്ജനാക്ഷരങ്ങളോട് ചേർന്നും ഓ എന്ന സ്വരചിഹ്നം ചേർത്ത് നിങ്ങൾക്ക് വായിക്കാൻ അറിയാം. ഇനി ഓ എന്നുള്ള അക്ഷരം എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം. ഓന്നെഴുതുമ്പോൾ ഇതുപോലെ ചുരുട്ടി ഇങ്ങനെ മുകളിലോട്ട് കൊടുത്ത് കുനിച്ച് കുനിച്ച് എങ്ങനെയാണ് ഓ എന്നുള്ള അക്ഷരം എഴുതേണ്ടത്. ഓയുടെ ചിഹ്നമോ ഇതുപോലെ ആദ്യം എഴുതി പിന്നൊരു ദീർഘാക്ഷരം കൂടി ഇട്ടാൽ ഓയുടെ ചിഹ്നമായി. ഇനി ഓ വെച്ചുള്ള പദങ്ങൾ നമുക്ക് എഴുതാലോ. ഓ, ട, കം, ഒട്ടകം. ഓ, രു, മ, ഒരുമ. ഒട്ടകം, ഒരുമ. കോ, ഡി, കൊടി. കോ, തി, കൊതി. ഓ എന്നുള്ള അക്ഷരം എഴുതുവാനും വായിക്കുവാനും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പാഠഭാഗത്ത് നിന്ന് ഒരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. ഉത്തരം പറയണം. മരുഭൂമിയിലെ വാഹനം ഏത്? പറയൂ. ഒട്ടകം. ഓ വെച്ച 2 പദങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ. ഒട്ടകം, ഒച്ച്. ഇത്രയും ഭാഗം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ. നമ്മുടെ പാഠഭാഗം ഇവിടെ അവസാനിക്കുകയാണ്.
പാഠഭാഗത്തോടനുബന്ധിച്ചിടുന്ന യൂട്യൂബ് വീഡിയോ കാണണം. നോട്ട്സ് എഴുതിയെടുക്കുകയും പഠിക്കുകയും വേണം. ഇനി മറ്റൊരു അക്ഷരവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി.